തമിഴ്നാട്ടിൽ വീണ്ടും നാടകീയ നീക്കങ്ങൾ. വിജയുടെ മുഖ്യമന്ത്രിത്വം വീണ്ടും അനിശ്ചിതത്വത്തിൽ. നാളെ സത്യപ്രതിജ്ഞയുണ്ടായേക്കില്ല. ടി.വി.കെയ്ക്ക് ഭൂരിപക്ഷമില്ലെന്ന് ഗവർണർ. സർക്കാർ രൂപീകരണത്തിനായി വിജയ് ഗവർണറെ കണ്ടതിനു ശേഷമാണ് ഗവർണറുടെ പ്രതികരണം. അതേസമയം എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന അവകാശവാദവുമായി ടി.ടി.വി. ദിനകരൻ ലോക്ഭവനിൽ വിജയ്ക്ക് രണ്ടുപേരുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഗവർണർക്ക് അയച്ചുവെന്ന് വി.സി.കെ. വിവരങ്ങളുമായി ഫെമിന കൂടി ചേരുന്നു. ഫെമിന, ട്വിസ്റ്റുകൾ നിറഞ്ഞ നാടകീയ നീക്കങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നത്. വിജയ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നറിയിച്ചിരുന്നു. എന്നാൽ 116 പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂവെന്ന് ഗവർണർ. അതിനാൽ നാളെ സത്യപ്രതിജ്ഞ സാധ്യമാകില്ല. ഇപ്പോൾ വി.സി.കെ 2 പേരുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഗവർണർക്ക് കത്തയച്ചുവെന്നുള്ള വാർത്തകൾ വരുന്നു. അതോടൊപ്പം തന്നെ ടി.ടി.വി. ദിനകരൻ ലോക്ഭവനിലെത്തിയിട്ടുണ്ട്. വിജയ് എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ടി.ടി.വി. ദിനകരന്റെ ആവശ്യം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അവന്തിക, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് സസ്പെൻസുകൾ നിറഞ്ഞതായിരിക്കുകയാണ്. വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം CPI-യും ടി.വി.കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി നാളെ രാവിലെ 11 മണിയോടുകൂടി വിജയ് സത്യപ്രതിജ്ഞയേറ്റ് അധികാരത്തിലേറും എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ലോക്ഭവന്റെ ഭാഗത്തു നിന്ന് നാളെ നടക്കേണ്ട സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരു അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് അന്വേഷിച്ചപ്പോഴാണ് കേവല ഭൂരിപക്ഷമായിട്ടുള്ള 118 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വളരെ അനിശ്ചിതാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാഹചര്യം. എന്നാൽ വി.സി.കെ ഇപ്പോൾ പിന്തുണ നൽകിക്കൊണ്ട് ടി.വി.കെയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇമെയിലിലൂടെ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതേസമയം മുസ്ലിം ലീഗ് തങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല, പിന്തുണ കത്ത് നൽകിയിട്ടില്ല. മറിച്ച് സഭയിൽ ഈ കേവല ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് എങ്കിൽ ടി.വി.കെയെ പിന്തുണക്കും എന്നാണ് തങ്ങൾ അറിയിച്ചത് എന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വളരെ അനിശ്ചിതാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേവല ഭൂരിപക്ഷം ആയിട്ടുള്ള 118 എന്ന എണ്ണത്തിലേക്ക് എത്തിയില്ല എങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ CPI-എം ഉപാധികളില്ലാതെ നിരുപാധികം പിന്തുണക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. സർക്കാരിന്റെ ഭാഗമാകില്ല, ടി.വി.കെയുമായിട്ടൊരു സഖ്യം ഉണ്ടാകില്ല, പക്ഷേ സർക്കാർ രൂപീകരിക്കാനുള്ള ടി.വി.കെയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകും എന്നാണ് പ്രഖ്യാപിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ നാളെ സർക്കാർ രൂപീകരിക്കുമെന്നും സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നും കരുതിയിരുന്ന സാഹചര്യത്തിലാണ് കേവല ഭൂരിപക്ഷമായിട്ടുള്ള 118ലേക്ക് എത്താതെ വിജയെ സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിക്കില്ല എന്ന് ഗവർണറുടെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായത്. പക്ഷെ വി.സി.കെ ഒരു പിന്തുണ കത്ത് ഇമെയിലിലൂടെ അയച്ചിട്ടുണ്ട്. ഇനി ലോക്ഭവന്റെ ഭാഗത്തു നിന്ന് എന്ത് അറിയിപ്പ് ഉണ്ടാകും എന്നതിലേക്കാണ് ലോക്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അറിയിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് തമിഴ്നാട് രാഷ്ട്രീയം. ഫെമിന, ഈ മുസ്ലിം ലീഗ് നേരത്തെ പിന്തുണ അറിയിച്ചു എന്നൊരു വിവരം വന്നിരുന്നു. എന്നാൽ പിന്നീട് പിന്തുണ അറിയിച്ചില്ല എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വന്നത്. അതോടൊപ്പം തന്നെ ഈ ടി.ടി.വി. ദിനകരൻ ഇപ്പോൾ ലോക്ഭവനിൽ എത്തിയിട്ടുണ്ട്. എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അതെ അവന്തിക, ഈ ടി.ടി.വി. ദിനകരൻ ഇപ്പോൾ ലോക്ഭവനിൽ എത്തിയിട്ട് ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. എടപ്പാടി പളനിസ്വാമി, അണ്ണാ-ഡി.എം.കെ നേതാവായിട്ടുള്ള എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു അവകാശവാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ അണ്ണാ-ഡി.എം.കെക്കോ ഈ ടി.ടി.വി. ദിനകരന്റെ പാർട്ടിക്കോ ഭൂരിപക്ഷമില്ല. ഈ ടി.ടി.വി. ദിനകരന്റെ പാർട്ടിക്ക് കേവലം ഒരു MLA മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമല്ല. നേരത്തെ മുസ്ലിം ലീഗ് പിന്തുണ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ തങ്ങൾ DMK-യോടൊപ്പമാണ് എന്നും സഭയിൽ ഒരു വോട്ടെടുപ്പ് ഉണ്ടാകുമ്പോൾ പിന്തുണ നൽകാമെന്നാണ് പറഞ്ഞതെന്നും പിന്തുണ കത്ത് നൽകിയിട്ടില്ല എന്നുമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. കേവല ഭൂരിപക്ഷമായിട്ടുള്ള 118 സീറ്റുകളില്ലാതെ വിജയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഗവർണർ തുടരുന്നത്.
കോൺഗ്രസിന്റെയും CPIയുടെയും CPIMന്റെയും MLA-മാരുടെ പിന്തുണയടക്കം 116 MLA-മാരുടെ പിന്തുണയാണ് വിജയ്ക്കുള്ളത്. ഇപ്പോൾ VCക്ക് ഇമെയിലിലൂടെ പിന്തുണാ കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇനിയൊരു തീരുമാനമെടുക്കേണ്ടത് ഗവർണറാണ്. ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് തമിഴ്നാട് രാഷ്ട്രീയവും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയവും. അവന്തിക.